ഏകദേശം എത്തി ആയി. നല്ല വ്യൂ. അതെ, അവിടെ ഒരു ചെറിയ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. പിന്നെ ഈ സൈഡിലെന്താ പെറ്റ് പാർക്ക്. ഗുണാക്കിയത് കൊടൈക്കനാൽ ഇങ്ങോട്ട് മാറ്റിയത്. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മലപ്പുറത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ട് ആയിട്ടുള്ള മിനിയൂട്ടിയിലേക്കാണ്. അപ്പോൾ ഇന്ന് നമുക്ക് മിനിയൂട്ടിയിലെ വിശേഷങ്ങൾ കാണാം. അവിടെ നമ്മൾ പോണേ, അവിടേക്ക്. അങ്ങനെ ഒരു 7 മണി ആയപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ എത്തി. പിന്നെ ഇങ്ങോട്ടുള്ള വഴി ഇച്ചിരി മോശമാണ്, അതുകൊണ്ട് കാറ് വരുന്നതിനേക്കാൾ 2 വീലറിൽ വരുന്നതായിരിക്കും ബെറ്റർ. രാവിലെ വന്നുകൊണ്ട് തന്നെ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. ഒരു 8 മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ ഇവിടെ നല്ല തിരക്കാവും. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജാണ്. ഇവിടെ 2 ഗ്ലാസ് ബ്രിഡ്ജാണ് ഉള്ളത്. ചെറുതിന് 50 രൂപയും വലുതിന് 200 രൂപയാണ് ചാർജ്. രാവിലെ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഷോപ്പുകളും ആക്ടിവിറ്റീസൊക്കെ ഒന്ന് ഓണായി വരുന്നേ ഉള്ളൂ. വലിയ തിരക്കൊന്നും ഇല്ലാതെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ രാവിലെ വന്നത്. മാത്രമല്ല, രാവിലത്തെ വ്യൂ ഇവിടെ ഇത്തിരിയും കൂടി ബെറ്റർ ആണ്. അപ്പോൾ ഇതാണ് മിനിയൂട്ടിയുടെ എൻട്രൻസിൽ നിന്നുള്ള വ്യൂ. പിന്നെ മിനിയൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് മലപ്പുറം ജില്ലയിലെ അരിമ്പ്ര ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വ്യൂ പോയിന്റാണ് മിനിയൂട്ടി. ഇവിടെ മിസ്റ്റി ലാൻഡിൻ്റെ ഒരു പാർക്കാണ് മെയിൻ ആയിട്ടുള്ളത്. ഇതിനകത്ത് ഗ്ലാസ് ബ്രിഡ്ജും പെറ്റ് പാർക്കും അണ്ടർ വാട്ടർ ടണലും സ്കേറി ഹൗസും പിന്നെ കുട്ടികളുടെ ഒരു ചെറിയ പാർക്കാണ് ഉള്ളത്. എല്ലാം നമുക്ക് വഴിയെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കയറി നോക്കാം. കാണുമ്പോൾ തന്നെ നല്ല പേടിയുണ്ട്, എന്നാലും 2 കൽപ്പിച്ച് കയറി തന്നെ. താഴേക്ക് നോക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ നേരെ അയ്യോ ഇതിനെന്തൊക്കെ സൗണ്ടൊക്കെ ഉണ്ട് കേട്ടാ. തണുക്കണേ. ഇവിടെ അടുത്ത് തന്നെയാണ് പെറ്റ് പാർക്ക് ഉള്ളത്. അവിടുത്തെ കിളികളുടെ ശബ്ദമാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. ഞാൻ പറയട്ടെ, ഇങ്ങനൊക്കെ ഞാൻ കളിക്കെങ്കിലും നല്ല പേടിയുണ്ട്. താഴേക്ക് നോക്കാതിരിക്കുന്നേക്കും ബെറ്റർ. കുട്ടികളൊക്കെ കരഞ്ഞോണ്ടാ വരുന്നേ. അമ്മേ ശരി, കുലിങ്ങുണ്ട്. ഇവിടുന്ന് നോക്കുമ്പോഴേ തെങ്ങൊക്കെ വലുതായിട്ട് ചെറിയ തൈ വെച്ച പോലെ ഉണ്ട്. കുഞ്ഞി ചെടിയില്ലേ, നോക്കിയാ എന്ത് രസാ. ഇവിടെ നിന്നുള്ള സൺറൈസ് വ്യൂ കാണാൻ നല്ല രസമാണ്. ഞങ്ങൾ കുറേ നേരം അത് നോക്കിയിരുന്നു. പിന്നെ താഴോട്ട് നോക്കാതിരിക്കുന്നതായിരിക്കും ഭേദം. നോക്കിയാൽ പിന്നെ നിങ്ങൾ ഞെട്ടും. ഏകദേശം ഒരു 70 മീറ്റർ ഉയരത്തിലാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് നിൽക്കുന്നത്. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. ും 2026 ഞാൻ ആദ്യമായിട്ട് സൂര്യനെ കാണുന്നു. ഹാപ്പി ന്യൂ ഇയർ.
പിന്നെ വരുമ്പോഴേ 6 മണി 6:30 വരുന്നതായിരിക്കും നല്ലത്. ഒരു 7 മണി 7:30 വരികയാണെങ്കിൽ ക്രൗഡായിരിക്കും, പിന്നെ വെയിലും കൂടുതലായിരിക്കും. പിന്നെ ഈവനിങ് വരെ ഉദ്ദേശിക്കുകയാണെങ്കിലും വെയിൽ കുറവായിരിക്കും, പക്ഷെ ആൾക്കാർ നല്ല കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് നല്ല ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പം കുഴപ്പമില്ല, കുറവാണ് ആൾക്കാർ. പിന്നെ ക്ലൈമറ്റും നല്ലതാണ്, നല്ല സുഖമുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വീഡിയോസ് ഫോട്ടോസും ഒക്കെ എടുത്തു തരാൻ ഒരാളുണ്ട്. ഒരു വലിയ ട്രൈപോഡിൽ ഫോം വെച്ചിട്ടാണ് ഇവർ വീഡിയോസ് ഫോട്ടോസ് എടുക്കുന്നത്. അപ്പോൾ ഒരു ഡ്രോൺ ഷോട്ട് ഫീലൊക്കെ കിട്ടും. ഇതിന് 100 രൂപയാണ് ഇവർ ചാർജ് ആക്കുന്നത്. പിന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജുകളിൽ ഒന്നാണ് മിനി ഊട്ടിയിലേത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇത് മിസ് ചെയ്യരുത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പെറ്റ് പാർക്കിലേക്ക് തിരിച്ചു. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് നിൽക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ സൗണ്ട് കേട്ടില്ലേ, അതിൻ്റെ ആൾക്കാർ ഇവരാണ്. പെറ്റ് പാർക്കിൽ കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഈ തത്തകളെയാണ്. നമുക്ക് അവരുടെ കൂട്ടിൽ കയറി അവരെ ഫീഡ് ചെയ്യാൻ കഴിയും. ഇവിടെ കയറിയപ്പോൾ തന്നെ ആ ചേട്ടൻ നമ്മുടെ കയ്യിൽ കുറച്ച് തത്തയുടെ ഫീഡ് വെച്ച് തന്നു. അപ്പം തന്നെ ഇവരിങ്ങനെ പറന്നു വന്ന് നമ്മുടെ കയ്യിലിരുന്ന് അത് കഴിക്കും. കുറച്ച് പേടി ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും പേടിക്കണ്ട, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അടുത്തത് ഒരു ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവ് ആണ്. ഇവൻ്റെ പേര് മൈക്കി എന്നാണ്. അപ്പോൾ ഇവനെ തോളത്തൊക്കെ വെച്ചിട്ട് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ അടുത്തതൊരു പൈത്തനാണ്. ഇതിനെയും നമുക്കിങ്ങനെ തോളത്തൊക്കെ വെക്കാം. ഇതൊന്നും ചെയ്യൂല, പക്ഷെ ഇതിനെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഗ്യാസ് പോയി, പിന്നെ ഞാൻ വൈറ്റ് പോയില്ല. ഇതാണ് ഇഗ്വാന. ഇങ്ങനത്തെ 2 ഉണ്ട് ഇവിടെ. ഇതൊരു ചെറിയൊരു ഡൈനോസർ മാതിരി. പിന്നെ ഇവിടെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട്. അതിൽ നിറച്ച് കാർപ്പ് ഫിഷാണ്. കിളിക്കൂട്ടിലെ മാതിരി തന്നെ ഫീഡ് എടുത്ത് കൈ വെള്ളത്തിലേക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ മീനുകളെല്ലാം വന്ന് കൊത്തിക്കുന്നു. പക്ഷേ പിന്നെ അരാപ്പായ്മ, പേർഷ്യൻ കാറ്റ്, എമു പക്ഷി, ഒട്ടക പക്ഷി, ഒട്ടകം, അങ്ങനെ ഒരുപാട് പക്ഷികളും മൃഗങ്ങളും ഇതിനകത്തുണ്ട്. അങ്ങനെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിലേക്ക് പോകാം. ഇതാണ് ഇവിടുത്തെ അണ്ടർ വാട്ടർ അക്വേറിയം. ഇതിന് 100 രൂപയാണ് ചാർജ്. മിനിയൂട്ടിൽ സാധാരണ എല്ലാവരും വരുമ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് മാത്രം നോക്കിയിട്ടാണ് വരുന്നത്. പക്ഷെ ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് മാത്രമല്ല, ഇതുപോലെ അക്വേറിയം പിന്നെ സ്കെയറി ഹൗസ് ഒക്കെ ഉണ്ട്. കുടുംബത്തോടൊപ്പം കൂട്ടുകാരോടൊപ്പം സമയം ചിലവഴിക്കാൻ പറ്റിയ ഇടമാണ്. പിന്നെ കുഞ്ഞൻ ഗപ്പികൾ മുതൽ ലക്ഷക്കണക്കിന് വില വരുന്ന അരാപ്പയ്മ വരെ ഈ അക്വേറിയത്തിലുണ്ട്.
മതി. പൊള്ളിച്ച നല്ലൊരു ഇഷ്ടം. അപ്പൊ മിനിയൂട്ടിലെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കണേ. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാൻ. ടാറ്റാ ബൈ ബൈ.